ഹലോ, നമുക്ക് വീണ്ടും ഇത്തിരി ഐസ് ക്യാൻഡി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ബീട്രൂട്ട് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് മതി. ഇനി ആ പഞ്ചസാരയൊന്ന് അലിയിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ബീട്രൂട്ട് ജ്യൂസിനകത്ത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തിരി തേനും നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ജ്യൂസാക്കി വെച്ചിരിക്കുന്നതാണ് ബീട്രൂട്ടിൻ്റെ. ഇത് നമുക്ക് സ്ക്വാഷായിട്ടും കുടിക്കാൻ പറ്റുന്നതാണ്. ആവശ്യം പോലെ സ്ക്വാഷാക്കിയും കുടിക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഐസ് ക്യാൻഡി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പഞ്ചസാര ഇട്ടു. പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്തിട്ട് അതിന് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ 4 ഗ്ലാസ്സിലേക്കായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിക്കാം. അപ്പോൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഐസ് ക്യാൻഡി എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് പുറത്തിരുന്നാൽ മതി. 10 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചങ്ങ് ജ്യൂസായി പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് പുറത്ത് വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഓക്കെ, ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ബീട്രൂട്ട് ക്രഷ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നു. അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത്, തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് നാരങ്ങ നീരും തേനും ചേർത്ത് വെച്ചിരുന്നതാണ്. ആ ജ്യൂസാണ് നമ്മൾ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഫ്രീസറിലേക്ക് വെച്ചത്. അപ്പോൾ നമ്മുടെ ഐസ് ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ക്യാൻഡി ഉണ്ടാക്കാവുന്നതാണ്. അതായത് സേമിയ വെച്ചിട്ടുണ്ടാക്കാം, പായസങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം. അതുപോലെ നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിൾ പൊടി, പിന്നെ മാംഗോ പൊടി, അങ്ങനെ എന്ത് വെച്ച് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസ് ക്യാൻഡി ഇവിടെ റെഡി ആയിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ഈ ചൂടിന് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ മധുരത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മധുരം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ് ക്യാൻഡി റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, ബൈ.